നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റ പരാജയത്തെ തുടർന്ന് CPIM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് വീണ്ടും മുസ്ലിം തീവ്രപക്ഷത്തോട് അടുക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതായത് മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് അടുപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് നീങ്ങാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും മുൻപേയും ഈ രീതിയിലുള്ള ഒരു ശ്രമങ്ങളും ഈ രീതിയിലുള്ള ഒരു സ്വഭാവവുമായിട്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും അവർക്കുണ്ടാകാൻ ഇടയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ടതാണ് കാരണമെന്ന് ഇടതുപക്ഷം ഇപ്പോഴും തിരിച്ചറിയുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ശ്രമങ്ങളിലൂടെ വീണ്ടും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളെ തങ്ങളോടൊപ്പം അടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന മറ്റൊരു രീതിയിലുള്ളൊരു ശ്രമമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പിണറായി വിജയൻ നടത്തുന്നത്. ക്രിസ്മസ് ആഘോഷം ഇപ്പോൾ ഉണ്ടായിരുന്നു, അതിനുശേഷമായിരുന്നു കൂടിക്കാഴ്ചകൾ നടന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തു തന്നെ ആയാലും, ഏത് രീതിയിൽ ആയാലും, ഏത് ഭീകരവാദ ശ്രമങ്ങൾ ഉണ്ടായാലും ഇവിടെ തങ്ങൾക്ക് അധികാരം നേടിയെടുക്കണം. ഏത് ഭീകരവാദികളോടൊപ്പം ചേർന്നാലും കുഴപ്പമില്ല. അങ്ങനെ വലിയ രീതിയിലുള്ള ഭീകരവാദ ഗൂഢാലോചനകളാണ് SDP-യും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ കഴിഞ്ഞ കുറേയധികം നാളുകളായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവരെ പറഞ്ഞതെല്ലാം സ്വയമേവ വിഴുങ്ങിക്കൊണ്ട്, അതായത് കോൺഗ്രസിന് നേരെ ആയിരുന്നു കുറച്ച് നാൾ മുന്നേ ഇടതുപക്ഷം ആരോപണങ്ങൾ ഉന്നയിച്ചത്. കാരണം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ വലതുപക്ഷ തീവ്ര മുസ്ലിം സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ UDF ചേർത്ത് പിടിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് നാവ് വായിലിടുന്നതിന് മുന്നെയാണ് അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ അവരെ സമീപിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സത്യത്തിൽ വലിയ വേദനാജനകമായ ഒരു സംഭവമാണ്. ഈ രണ്ട് കക്ഷികളും ഇത്തരത്തിലുള്ള ഭീകരവാദികൾക്ക് പിന്നിൽ അണിനിരക്കുന്നത്. ഇവരെന്താണ് നാളിതുവരെ കേരളത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ? ഇവിടുത്തെ പെൺകുട്ടികളെ മതം മാറ്റി സ്ത്രീയിലേക്ക് കൊണ്ടുവന്ന ലൈംഗിക അടിമകളാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇവരെ എങ്ങനെയാണ് ഒരു ജനാധിപത്യവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് ഇവരെ എങ്ങനെയാണ് തങ്ങളുടെ കൂടെ അണിനിരത്താൻ കഴിയുക, തങ്ങളുടെ കൂടെ ചേർത്ത് നിർത്താൻ കഴിയുക? അങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ കേരളത്തിന് എന്താണ് അതിൽ നിന്നുള്ള ഒരു പ്രത്യാഘാതമെന്ന് ഇവർ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. നോക്കൂ, അവരെന്താണ് കേരളത്തിൽ ഉടനീളം അല്ലെങ്കിൽ ഭാരതത്തിൽ ഉടനീളം കാണിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്? ഹസനുൽ ബന്നയെ പോലുള്ള മുസ്ലിം ബ്രദർഹുഡിൻ്റെ മറ്റൊരു രൂപമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എന്താണോ ചെയ്തത് അത് മുസ്ലിം ബ്രദർഹുഡ് ചെയ്തത് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ഇവിടെ മറ്റു മതങ്ങളെ കൂടി ഇസ്ലാമികവത്കരിക്കുകയും അവിടെ ഇസ്ലാമികവത്കരിച്ചതിന് ശേഷം ഇസ്ലാമിൻ്റെ ഭരണം ഇവിടെ നടപ്പിലാക്കിയതിന് ശേഷം ഇവിടെ മറ്റു മതങ്ങളിലെ അനുയായികൾ തുടരണമെങ്കിൽ ഇവരുടെ അടിമകളായിട്ടോ അല്ലെങ്കിൽ ഇവർക്ക് ജസ്സിയ കൊടുത്തുകൊണ്ടോ ഇവിടെ തുടരാം. സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി മാറ്റുന്ന തരത്തിലുള്ള ലക്ഷ്യങ്ങൾ വച്ചു പുലർത്തുന്ന ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുവാനാണ് ഇപ്പോഴും ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് എന്ന് നോക്കുമ്പോൾ, UDF ആഗ്രഹിക്കുന്നത് എന്ന് ഉള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അതീവ ലജ്ജാവഹമാണ്. കാരണം രാജ്യം എല്ലാ രീതിയിലും തകർന്നു കഴിഞ്ഞാൽ പോലും തങ്ങൾക്ക് അധികാരം നേടും. പക്ഷേ രാജ്യം തകരുമ്പോൾ, ദേശം തകരുമ്പോൾ അവരും തകരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലും ഇടതുപക്ഷം ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നതാണ്. SDP ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, തങ്ങളുടെ ചുമലിലേറിക്കൊണ്ടാണ് CPIM പലയിടങ്ങളിലും അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു കാരണവശാലും ഇടതുപക്ഷത്തിന് ഈ ഇത്തരം ഭീകരവാദികളെ തള്ളിപ്പറയാൻ കഴിയില്ല. അവരുടെ അഭിമന്യു എന്ന സഖാവിനെ കുത്തിക്കൊലപ്പെടുത്തുമ്പോഴും മറ്റു പല അക്രമ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും മൗനം പാലിച്ച ഇടതുപക്ഷം ഇനിയും ആ മൗനം തന്നെ തുടരേണ്ടി വരും. UDF-നും ആ മൗനം തന്നെ തുടരേണ്ടി വരും. ഏത് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്നാലും കേരളം ഭീകരവാദികളുടെ ഹബ്ബാകാൻ പോകുന്നു എന്ന രീതിയിലാണ് ഇതിനെ കാണേണ്ടതും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.